പൂനെന്ന് ഇറങ്ങുകയാണ്. ഇവിടെ അച്ചുവെച്ച് ഞങ്ങൾക്ക് PG ഒക്കെ സെറ്റ് ചെയ്തെന്നുണ്ടായി. ലക്ഷറി ലൈഫ് കഴിഞ്ഞ് ഞങ്ങളിനി ഗ്രാമങ്ങളിലേക്ക് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്യാസ് കിട്ടാത്തതുകൊണ്ടായിരുന്നു ഇത്രയും ദിവസം എടുത്തത്. 2 ദിവസം ഞങ്ങൾ ഗ്യാസിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ സാധനമൊക്കെ കിട്ടി. അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് ഫുഡ് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഫുഡിൻ്റെ സ്പോൺസർ അച്ചുവെച്ചാണ്. എന്തോ വലിയ കാര്യത്തിൽ നോക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും മനസ്സിലായുള്ള എന്തൊക്കെയുണ്ട്, എന്തോ മേടിച്ചരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് ചേച്ചി എന്നാ പറയണം? എന്നാ സാധനം ചേച്ചി? അതെ, ഞങ്ങക്ക് കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഡിന്നർ. ഇന്ന് രാത്രി ഞങ്ങക്ക് വൻ ഡിന്നറാണ്. ഇവിടുന്ന് പൊതിനായിട്ട് കൊണ്ടുപോകണം. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. മാത്തേരാൻ, ഇവിടുന്ന് മാത്തേരാനിലേക്കുള്ള ഇവിടുന്ന് മാത്തേരാൻ ഭാഗത്തോട്ടാണ് ഞങ്ങൾ പോണത്. ഇന്നിപ്പോ 100 കിലോമീറ്റർ 6 മണിയായി. ഞങ്ങൾ ഇന്ന് അവിടെ എത്തൂല, പക്ഷെ എത്തണ വരെ പോവും. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ ബാക്കി ഒരു വഴിയും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നേരെ ട്രെയിൻ നോക്കാന്നുള്ള സെറ്റപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നേരെ ട്രെയിൻ ചെന്ന് ലിഫ്റ്റ് അടിച്ച് നോക്കണം. എന്താണെന്ന് അറിയില്ല. നോക്കിയിട്ട് മാത്തേരാനിലത്തെ ഹൈലൈറ്റ് ട്രെയിനാണ്. അപ്പൊ ട്രെയിൻ എന്തായാലും നോക്കണം. കാരണം അവിടെ ടോയ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ മാത്തേരാനിൽ ഹൈലൈറ്റ് ടോയ് ട്രെയിനും കൂടി ആയതുകൊണ്ട് അവിടെ പോയി ടോയ് ട്രെയിനും കയറിയിട്ട് ബാക്കിയുള്ള പരിപാടി വെക്കണം. ഞങ്ങളിത് ഇപ്പോൾ പൂനെ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ട്രെയിനിൽ പോകുന്നുണ്ട്. ടോയ് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടുന്ന് നേരെ ട്രെയിനിൽ പോകേണ്ടി വരും. ഇവിടുന്ന് എവിടേക്കാണോ? ഇവിടുന്ന് കർജറ്റിൽ നിന്ന് പിന്നെ വേറൊരു സ്ഥലത്തോട്ട് പോകണം. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. ടിക്കറ്റ് എടുക്കാൻ നേരത്തൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഒരെണ്ണത്തിന് 25 രൂപ, ഒരെണ്ണത്തിന് 50 രൂപ. ഓട്ടോമാറ്റിക് അതെ, 50 രൂപ, ഒരെണ്ണത്തിന് 50. മനസ്സിലായില്ല. എന്തായാലും ഒരെണ്ണത്തിന് 25, പക്ഷെ 2 സെയിം സാധനം തന്നെ. പൂനെ ജംഗ്ഷൻ കർജറ്റ് 2 സെയിം ടിക്കറ്റ് തന്നെ. അതെ, പക്ഷേ എന്തോ എവിടെയോ ഒരു പിഴ പറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ഓർഡിനറി ജേർണിന്ന് ഇത് സെക്കൻഡ് മെയിൽ എക്സ്പ്രസ് ഞങ്ങൾ. എന്തായാലും അത് ഞങ്ങൾ മൈൻഡ് ചെയ്യാനുള്ള. ഞങ്ങൾക്ക് ഇനിയിപ്പോ ഏത് ട്രെയിനാന്ന് നോക്കിയിട്ട് അതിൽ കയറണം. ലോക്കൽ ടിക്കറ്റ് എടുത്തേക്കുന്നത് ഒരു എടുത്തില്ല. ഏത് ട്രെയിനാന്ന് പോലും ഇതിനകത്ത് നോക്കിയിട്ട് മനസ്സിലാവണ ടിക്കറ്റ് ഉണ്ട്. എന്തായാലും ഇനിയിപ്പോ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നൈസിന് പോകണം. നല്ല തിരക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, ഇത് ഞങ്ങൾ നേരെ മുകളിൽ കയറിയിരിക്കുന്നതാണ്. താഴെയൊക്കെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾക്ക് ഇവിടെ എത്തിയ പിന്നെ തലവേദനയും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾക്ക് സിറ്റി പറ്റൂല, ഞങ്ങൾക്ക് ഗ്രാമങ്ങൾ തന്നെ വേണം. സിറ്റി കയറിയതിനു ശേഷം ഇപ്പൊ തലവേദനയാണ്. വന്ന ബസ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സിലാണ് വന്നത്. കാരണം വഴി ഫുള്ള് വേറെ രീതിക്കുള്ള, നമുക്ക് ലിഫ്റ്റ് അടിക്കാനോ കാര്യങ്ങളൊന്നും പറ്റൂല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 6:15. അതും കൂടി ആയതുകൊണ്ട് ഞങ്ങൾ ബസ് എടുത്തു. ബസ് കയറി ഇവിടെ വരാനായത്. ബസ് കയറിയ സമയം തൊട്ട് 2 പേർക്കും എന്തോ പ്രശ്നമുണ്ട്. ബസ്സിന് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്, തലയൊക്കെ ആകെ എന്തോ പോലെ ആവുന്നുണ്ട്, വയറെന്തോ പോലെ. മൊത്തത്തില് ഞങ്ങൾക്ക് വയ്യാണ്ടായി പോയി. ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു സമാധാനം കിട്ടിയേ. ഇനിയിപ്പോ ഇവിടെ നേരെ ട്രെയിനിൽ കയറണം. ട്രെയിനിൽ കയറാൻ നേരത്തെ അടുത്ത വള്ളി എന്താന്ന് ഞങ്ങൾക്ക് സ്ഥലത്തോട്ട് അവിടെ ടോയ് ട്രെയിൻ കിട്ടണേന്ന് തോന്നുന്നു. കൃത്യമായിട്ട് അറിയില്ല. ഒരു ഐഡിയ ഇല്ല. ഞങ്ങളിപ്പോ പോകുന്നതാണ് ഞങ്ങളുടെ യാത്ര എന്നുള്ളൊരു സെറ്റപ്പില്ല. ഒരു ഐഡിയ ഇല്ലാതെ എങ്ങനെയൊക്കെയോ പോയി നോക്കണം. മധുരം പോണം. പിന്നെ അവിടെ തന്നെ കുറെ ഉണ്ട്. മഹാരാഷ്ട്രയിലേക്ക് ട്രിപ്പ് വരുന്നവരോട് ഒരു പ്രത്യേകം കാര്യം പറയാം. നിങ്ങൾ വരാൻ നേരത്ത് കറക്റ്റ് ആയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ടു എൻഡ് ആ രീതിയിൽ നിങ്ങൾ വരിക. കാരണം എന്താന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ ഒട്ടനവധി ട്രെക്കിംഗ് പോയിന്റ്സ് ഉണ്ട്, ഹൈക്കിംഗ് പോയിന്റ്സ് ഉണ്ട്. 30-ൽ കൂടുതൽ ഉണ്ടാവും മൊത്തത്തില്. മെയിൻ ആയിട്ടുള്ള അതില് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്യുക. ചില സ്ഥലത്ത് ഗൈഡ് വേണം, എങ്ങനത്തെ വേണ്ട. ഗൈഡ് ഉള്ള സ്ഥലങ്ങൾ നിർബന്ധമായിട്ടും ഗൈഡ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കണം. നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അകപ്പെട്ടു. പിന്നെ ഈ പറയുന്ന സ്ഥലങ്ങള് അതെങ്ങനെയാണ് പോകുന്നത് നോക്കുക. ഐ മീൻ താഴേന്ന് മേളിലേക്ക് അല്ലെങ്കിൽ മേളിൽ നിന്ന് താഴേക്ക്, ആ ഒരു രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. അതാവാൻ നേരത്ത് നിങ്ങൾക്ക് പോവാനായിട്ട് എളുപ്പം ഉണ്ടാവും. മാക്സിമം നിങ്ങൾ താഴേന്ന് മേളിലേക്ക് പോവാം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ താഴേന്ന് മേളിലേക്ക് പോയിട്ട് മഹാരാഷ്ട്ര മാത്രമായിട്ടാണ് നോക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഞങ്ങൾക്ക് മുംബൈ മാർക്കറ്റും അവിടെ ഉള്ള സ്ഥലങ്ങളും കണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോവാം. അതെ, അതുപോലെ ഹൈക്കിംഗ് പോയിന്റ്സ് ഉണ്ട്. പിന്നെ മാക്സിമം ലഗേജ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ. ഹൈക്കിംഗ് പോയിന്റ്സ് എന്നൊക്കെ പറയാൻ നേരത്ത് നല്ല പോലെ കയറാനുണ്ട്. ഈ ഹരിയർ ഒന്നുമല്ല സത്യം പറഞ്ഞ, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള. അപ്പൊ അവിടേക്ക് നിങ്ങൾ ട്രക്കിങ് ചെയ്യാൻ നേരത്ത് മാക്സിമം വെയിറ്റ് കുറച്ച് ബാഗിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമായിട്ട് വരിക. ഇവിടെ അത്യാവശ്യം ഫുഡിന് എക്സ്പെൻസീവ് ആണ്. അപ്പോ എന്താ പറയാ,
നിങ്ങൾക്ക് ബിസ്ക്കറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കരുതാൻ പറ്റുകയാണെങ്കിൽ കരുതുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ലഗേജ് കുറച്ച് ഫുഡിന്റെ കാര്യങ്ങൾ നോക്കി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. അത്ര ഞാനും ഒരു പറയുന്നുള്ളൂ. പരിപ്പ് കറി കൂട്ടാത്ത പരിപ്പ് കറി കൂട്ടുന്നു, പുറത്തുനിന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ഞാൻ പുറത്തുനിന്ന് കിട്ടുന്നതൊക്കെ കഴിക്കുന്നു. കരിമ്പ് ജ്യൂസ് കുടിക്കാത്ത ഞാനാണ് കരിമ്പ് ജ്യൂസ് കുടിച്ചോണ്ട് നടക്കുന്നത്. പരിപ്പ് കറി കണ്ടാൽ ഇഷ്ടമല്ലാത്ത പരിപ്പ് കറി കൂട്ടി ചോറ് കഴിക്കാം. അഡ്ജസ്റ്റബിൾ ആണ്, അതാണ് ഇപ്പൊ എന്തും പോകും. ഞങ്ങൾക്ക് എന്ത് കിട്ടും അത് ഞങ്ങൾ കഴിക്കും. കഴിഞ്ഞ ദിവസം കിടന്ന് എന്താ പറയാ നിർത്തിപ്പോയ ബാറ്, ആ ബാറ് വെളുപ്പിന് എണീറ്റ് കാണാൻ നേരത്താണ് അത് എത്ര വൃത്തിയായിട്ട സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷെ അത് രാത്രി ഞങ്ങൾക്ക് സ്വർഗത്തിന് തുല്യം. അതെ, മഴ നനയാതൊരു കൂര, അത്രേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യങ്ങൾ അതാണ്. എന്താണ് അഡ്ജസ്റ്റബിൾ, എല്ലാം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു മനസ്സ് ഞങ്ങൾക്ക്. ഇനിയിപ്പോ എവിടെ നിന്ന് ചെന്നാലും നമ്മൾ ജീവിക്കാൻ പറ്റും. നമുക്ക് ഒരു കുറ്റോ കുറവോ ഒന്നും ഉണ്ടാവൂല എവിടെ ചെന്നാലും. ഇവിടെ ചോറിന് കറിയില്ലെങ്കിൽ പോലും ഒരു സവോള, ഒരു മുളക്, പിന്നെ കുറച്ച് നാരങ്ങയുടെ നീരുണ്ടെങ്കിൽ അത്രയില്ല ആവശ്യം. നമുക്കത് ലക്ഷറിയാ. അത് ആ മുളകിലോട്ടും ആ മുളകൊന്ന് ചതയ്ക്കുക, പിന്നെ സവോള 2-3 കട്ട് ചെയ്തിടുക, നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, ഉപ്പിടുക, അത് മതി. ആ ചോറ് പിന്നെ സ്വർഗം. അല്ലാതെ ഈ ഗീ റൈസ്, ജീര റൈസ് ഇതൊന്നും ഞങ്ങൾക്ക് വേണമെന്നില്ല. ഞങ്ങൾക്ക് കിട്ടുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്വറി. ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സെറ്റപ്പും അതെ, ഇപ്പൊ ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ പുറത്തൊന്നും ഫുഡ് കഴിക്കല് നിർത്താം. അത് തന്നെ സന്തോഷം. ബേർണല് ഗ്യാസ് എപ്പോഴാണോ തീരുന്നത് അപ്പൊ ഞങ്ങള് വീണ്ടും മറ്റേ എന്ത് ചെയ്യുന്നുള്ള അവസ്ഥ ഞങ്ങൾക്ക് അറിയൂല. കയ്യിലുള്ള കാശ് തീരാറായി. കുപ്പി ഉണ്ട്, പക്ഷെ ഈ 3 കുപ്പി എന്തോരം നേരം നിക്കുന്ന അറിയില്ല, ഒന്നും അറിയില്ല. 3 ബോട്ടില് കത്തുന്നോ എത്ര റൗണ്ട് ഫുഡ് ഉണ്ടാക്കാന്ന് അറിയില്ല. എന്തായാലും ഞങ്ങള് ഒരു ഐഡിയ ഇല്ലാത്ത രീതിക്കാണ് എല്ലാം മുന്നോട്ട് പോകുന്നത്. എന്താന്ന് വെച്ചാൽ നോക്കാം, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. എവിടം വരെ എത്തുന്നോ അവിടം വരെയാണ് ഈ യാത്ര. ഈ യാത്രയിൽ നിന്ന് ഞങ്ങൾക്ക് പരിചയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് മനുഷ്യന്മാരെന്ന് വെച്ചാൽ പല രീതിയിലുള്ള മനുഷ്യന്മാര്. ഞങ്ങളെ പറ്റിച്ചവരുണ്ട്, ഞങ്ങൾക്ക് സഹായം ചെയ്തവരുണ്ട്, ഞങ്ങളെ കുറ്റം പറഞ്ഞവരുണ്ട്, എന്ന് വേണ്ട എല്ലാ രീതിയിലും തളർത്താൻ വേണ്ടി നോക്കിയവരുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഞങ്ങൾ ഇവിടം വരെ വന്നു. ഇവിടം വരെ എന്ന് വെച്ചാൽ ഒന്നും ആയിട്ടില്ല, ഞങ്ങളെ സംബന്ധിച്ച് ഒന്നും ആയിട്ടില്ല. ഇനിയും ഒരുപാടുണ്ട്. വലിയ ലോകത്തിട്ട് നമ്മളൊരു 1% ഭാഗത്ത് ഞങ്ങൾ എത്തിയിട്ടില്ല, കണ്ടുതീർത്തിട്ടില്ല. ഞങ്ങൾക്ക് ഒരു സംസ്ഥാനത്ത് എന്തുമാത്രം ഉണ്ടാവും എന്നുള്ളതിൽ ഞങ്ങൾ ഏറ്റവും മെയിനായിട്ടുള്ള സ്ഥലങ്ങള് ഞങ്ങൾക്ക് ഇതുവരെ പോയാലും ഹംപി വൺ ഓഫ് ദ മോസ്റ്റ്. ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്ന സ്ഥലമായിരുന്നു അത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒറ്റപ്പെടലോ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പോകാൻ പറ്റിയ ഒരു സ്ഥലം ഹംപിയ. നല്ല ശാന്തമായ സ്ഥലം. പോവാ, എല്ലാവരും പറയുന്ന പോലെ ഏറ്റവും മലയുടെ മണ്ടയിലല്ല സന്തോഷം കിട്ടുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എവിടെ പോകാൻ പറ്റുന്നോ, നിങ്ങളുടെ കൂടെ ആരുണ്ടോ, നിങ്ങൾ ഒറ്റയ്ക്കാണോ, ആ ആളിന് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, കയ്യിലുള്ള കാശ് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതിലാണ് സന്തോഷം. എന്താ പറയാ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സന്തോഷം എന്നുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണോ കിട്ടുന്നത് അതാണ് സന്തോഷം. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അത് എല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്നു. നമ്മൾ വിചാരിക്കും ഇന്നതുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ, ഇന്നത് വേണം സന്തോഷിക്കാൻ. പക്ഷെ ഒരിക്കലല്ല, നമ്മൾ ചിന്തിക്കണതാണ് നമ്മുടെ സന്തോഷം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ലക്ഷ്വറിയാണ്. ഇതിപ്പോ നമ്മളിപ്പോ ഞങ്ങള് ഇത് സന്തോഷിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതിൽ സന്തോഷിക്കുക. അതെ, അതാണ്. നിങ്ങൾക്ക് സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക, അത് നിങ്ങളുടെ മൈൻഡ് വെച്ചിട്ട്. അല്ലാതെ ഇന്നതുണ്ടെങ്കിലാണ് സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ളതൊക്കെ തെറ്റാണ്. അങ്ങനെയൊന്നും അല്ല ശരിക്കും. നാട്ടിലുണ്ടായിരുന്ന സമയം മൊത്തം കാശ് ഉണ്ടാക്കണോ എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ ജീവിച്ച രണ്ട് വ്യക്തികളാണ്. സന്തോഷം ഉണ്ടാവുള്ളൂ എന്നാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അത് മാറി തുടങ്ങി. സന്തോഷിക്കാനായിട്ട് അധികം പൈസയുടെ ആവശ്യമൊന്നുമില്ല, സന്തോഷിക്കാനുള്ള മൈൻഡ് വേണം. അതെ, വേറൊരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങൾ ആരെ പണിയെടുക്കാതിരിക്കാനല്ല പറയുന്നത്, പണിയെടുക്കണം. പട്ടിയെ പോലെ പണിയെടുത്താലും അതിന്റെ ഒരു വില, ഏത് പണിക്കും അതിൻ്റെതായ ഒരു വില ഉണ്ട്. അത് ഞങ്ങൾ ഇപ്പോഴേ പറയാം. ഏത് പണിക്കും ഒരു ഓട ക്ലീൻ ചെയ്താൽ, ഒരു കക്കൂസ് കഴുകിയാൽ പോലും അതിന് അതിൻ്റെതായ കാര്യമുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇവര് ആ പണി ചെയ്യുന്നവർ ആ പണി ചെയ്തില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോവില്ല. അത് നമ്മള് എല്ലാ പണിക്കും മര്യാദ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ലോകം ഭയങ്കര ഭംഗിയായിരിക്കും. എല്ലാ പണി ആൾക്കാർ ചെയ്താലാണ് ഈ ലോകം മുന്നോട്ട് പോകുള്ളൂ. അല്ലാണ്ട് നല്ല വൈറ്റ് കോളർ ജോബ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകം മുന്നോട്ട് പോകില്ല. വണ്ടി ഓടിക്കേണ്ടവർ വണ്ടി ഓടിക്കണം, റോഡ് ക്ലീൻ ചെയ്യണവർ റോഡ് ക്ലീൻ ചെയ്യണം, വേസ്റ്റ് എടുക്കേണ്ടവർ വേസ്റ്റ് എടുക്കണം. ഇതൊന്നും അവർ ചെയ്തില്ലെങ്കിൽ ഈ ലോകം മുന്നോട്ട് പോകില്ല.
ഇത് തിരിച്ചറിയാത്തവര് അങ്ങനെയുള്ളവരെ പുറ്റിച്ച് ഡ്രൈവർമാരെയൊക്കെ പുറ്റിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യണവരെയൊക്കെ പുറ്റിച്ച് നടക്കും. ഇവരുടെ വിചാരം ഈ വൈറ്റ് കോളർ ജോബ് ചെയ്യണവര് മാത്രമാണ് നല്ലവര് എന്നുള്ള ഒരു ചിന്തയുണ്ട് ഇവിടെ ഉള്ളവർക്ക്. മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലുള്ളവര് മൊത്തം അങ്ങനെയാണ്. ഏതാണ്ട് ഓഫീസ് ജോലി ചെയ്യണവരാണ് നല്ലവര്, അല്ലാത്ത ജോലി ചെയ്യണവരൊക്കെ വണ്ടിപ്പണി എന്നൊക്കെ പറഞ്ഞ തെണ്ടിപ്പണി എന്നൊക്കെ പറയണ ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അതെ, പക്ഷെ ഞങ്ങള് കണ്ടതിൽ നല്ല മനുഷ്യരായിട്ടുള്ളവരുണ്ടല്ലോ ഈ പറഞ്ഞ ആൾക്കാർ. ഈ ഡ്രൈവർമാരുമാണ് നല്ല മനുഷ്യര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നുമില്ല ഞങ്ങളുടെ ഒന്നുമില്ല, ഞങ്ങളെ പിച്ചക്കാരാ. ഞങ്ങളോട് വന്നിട്ട് കാശ് ചോദിക്കാൻ സത്യം പറഞ്ഞ ഞങ്ങളുടെ ഒരു കൊടുക്കാനില്ല. ഒരു ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നു 10 പ്രാവശ്യത്തിൽ കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ മനഃപൂർവ്വം കൊടുക്കാത്തതും കൂടിയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ആളെ കണ്ടാലറിയാം ആള് പറ്റിക്കുന്നതാണ്. വേറെ ആള് വയ്യാത്ത കാലാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ആ കാലം കൊണ്ട് ഇതിൽ കൂടി നടക്കണേ ഞങ്ങൾ കണ്ടില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്ത. അല്ലാതെ ഞങ്ങൾ അത്രയും ക്രൂരന്മാരായതുകൊണ്ടൊന്നുമല്ല. അത് ഞങ്ങൾ ഇപ്പോഴേ പറയാം.